പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം ചർച്ച ചെയ്യുകയും ഒരുപാട് പേര് അതിനെതിരെ റിയാക്ട് ചെയ്യുകയും ചെയ്ത ഒരു ഫാമിലിയാണ് അല്ലേ. ഒരുപാടധികം പ്രശ്നങ്ങൾ അവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ആ ചാനൽ തന്നെ സെപ്പറേറ്റ് ആയി, അവരുടെ ഫാമിലി രണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രവീൺ പ്രണവിൻ്റെ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മളിതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്ത സമയത്ത് നമ്മളത് പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ, അതൊരു ഫാമിലി ഇഷ്യൂ ആണ്, അത് ആ രീതിയിൽ കണ്ടുവിട്ടാൽ മതി എന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്. ലാസ്റ്റ് അവരും വന്ന് അതേ സെയിം കാര്യം തന്നെയായിരുന്നു പറഞ്ഞത്. അവരുടെ ഫാമിലിയിലെ പ്രശ്നമായിരുന്നു. അവരത് ഒരുപാട് പേര് ചോദിച്ചപ്പം എടുത്ത് വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു. പിന്നെ അതവർക്ക് പ്രോബ്ലം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അതവർ മാറ്റി എല്ലാവരും അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവീണൊക്കെ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പ്രശ്നം ഇപ്പോൾ കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തിന് മേളിലായിട്ടുണ്ട്. ഈ പ്രവീൺ പ്രണവിൻ്റെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഇല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് പേര് ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്തതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു ഫാമിലി ഇഷ്യൂ എന്തുമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഒരു യൂട്യൂബർ, ഇതൊരു 5-6 ദിവസം കണ്ടേ ആയിട്ടുള്ളൂ, ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പ്രവീൺ അതുപോലെ തന്നെ മൃദുലയുടെ ഒരു വീഡിയോയിൽ നിന്നും റിയാക്ഷൻ വീഡിയോ ആയിട്ട്. സംഗതി ഇത്രേ ഉള്ളൂ. പ്രവീണും മൃദുലയും പറയുന്നുണ്ട്, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ തെറി പറയുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾ തെറി പറയുന്നുണ്ട്, നിങ്ങളിത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നത് എന്നൊരു ചോദ്യം പ്രവീൺ അവരുടെ വീഡിയോയിൽ ചോദിച്ചു എന്നാണ് ഈ ഒരു യൂട്യൂബർ പറയുന്നത്. ഫെയറി ഹോം എന്നാണ് ഈ ഒരു യൂട്യൂബറുടെ പേര് വരുന്നത്. അപ്പോൾ ഇവർ ഇതിൽ പറയുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അവർ ആ വീഡിയോ ചെയ്തത്, അതായത് പ്രവീണിനും മൃദുലയ്ക്കും എതിരായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഇവരുടെ വീഡിയോ ഇന്നലെ ഞാൻ കാണാനിടയായി. ഒരു 8 ദിവസം മുൻപ് ഇവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നൊരു വീഡിയോ ആണ്. ഞാനത് കാണാനിടയായി. അപ്പം അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ വീഡിയോ ഇങ്ങനെ ചെയ്ത സമയത്ത് അവരാണെങ്കിൽ, അതായത് പ്രവീൺ ഇവരുടെ ചാനലിനെതിരെ ഒരു യൂട്യൂബിൽ തന്നെ ചാനലിനെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു എന്നുള്ളത്. അപ്പം 10 ദിവസത്തിനുള്ളിൽ ഈ യൂട്യൂബറുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു പോയി. സത്യമാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ട് പോവുകയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും, എല്ലാവർക്കും ഭയം ഉണ്ടാവും. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ചാനലിനെതിരെ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ പേരിൽ കുറേ ടെൻഷൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ടെൻഷൻ അടിച്ചപ്പം ചാനൽ പോകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷനും വിഷമമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് ചാനൽ തിരികെ കിട്ടിയിട്ടുണ്ട്. ചാനൽ തിരികെ കിട്ടിയ ഉടനെ തന്നെ അവരിട്ട മറ്റൊരു വീഡിയോ ആണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രകോപിപ്പിച്ചത്. അപ്പോൾ അതിലാണെങ്കിൽ ഇവർ മാക്സിമം പ്രവീൺ മൃദുലേനെയാണ് കുറ്റം പറയുന്നത്. കാരണം അയാൾക്ക് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവർ ചെയ്ത കാര്യം അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ശരിയല്ല എന്ന് പറയായിരുന്നെങ്കിൽ അവർ ആ വീഡിയോ റിമൂവ് ചെയ്തേനെ. ഇവർ പോയി യൂട്യൂബിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറ്റമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരതിൽ പറയുന്നത് പ്രവീണിൻ്റെയും മൃദുലയുടെ ഭാഗത്താണ് തെറ്റ്, മൃദുലയും പ്രവീണുമാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ഇവർ ഫേക്കാണ്, അമ്മയും കൊച്ചും ഒക്കെ ആണെങ്കിൽ ശരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ വീഡിയോയിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല, ഇവർ കമൻ്റ് ഒന്നും ആർക്കും ഇടാറില്ല, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ മറ്റുള്ളവർക്ക് കമൻറ്റ് ഇടാറില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരാണെങ്കിൽ ഇവർ പറഞ്ഞ, ഏത് പ്രവീണും മൃദുലയും പറഞ്ഞ ആ ഒരു പോയിൻ്റ് എടുത്തിട്ട് ഇവർ വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം ഇപ്പം മിക്ക യൂട്യൂബേഴ്സിനും ഒരുപാടധികം നെഗറ്റീവ് വരാറുണ്ട്. ആ നെഗറ്റീവിനൊക്കെ എടുത്ത് ആൾക്കാരാണെങ്കിൽ ചർച്ച ചെയ്യാറുണ്ട്. മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്നൊരു കാര്യമാണ് തങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റിനെ എടുത്ത് അവർ റിയാക്ട് ചെയ്യാറുണ്ട് ഇല്ലേ. മിക്ക യൂട്യൂബേഴ്സ്, ഈ പറയുന്ന ഞങ്ങൾ പോലും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റിനെ എടുത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രവീണിനും മൃദുലയ്ക്കും വന്നിട്ടുള്ള കമൻറ്റിൽ അവർക്ക് അത്രയും മോശമായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കാം അവർ ചോദിച്ചത്, നിങ്ങൾ ഞങ്ങളെയും തെറി പറയുന്നു, അവിടെയും പോയി നിങ്ങൾ തെറി പറയുന്നു, എന്താണ് ആ ഒരു, എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഈ ഒരു ചോദ്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് സാധാരണ ഒരു മനുഷ്യന് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ ഒരാൾ ആവശ്യമില്ലാതെ വന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ തെറി പറയുന്നത്, നിങ്ങൾ എന്തിനാ ഞങ്ങളെ തെറി പറയുന്നത്, ഇതിൻ്റെ ആവശ്യം എന്താ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും. പക്ഷെ ആ ഒരു ഇതുപോലും മനസ്സിലാക്കാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞിട്ടില്ല, ആ ഒരു യൂട്യൂബർക്ക് കഴിഞ്ഞിട്ടില്ല. ആ യൂട്യൂബർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇവരെ കുറ്റം പറയുന്നത് മാത്രമല്ല, ഇവർ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളെപ്പോലെയുള്ള ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത്രയും ആഡംബരമായിട്ട് ജീവിക്കുന്നത്, ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ കഴിയുന്നത്, നിങ്ങൾക്ക് ഈ വരുമാനം കിട്ടുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത്. വീഡിയോ കണ്ടു എന്ന് വെച്ചിട്ട് ഒരാളെ പോയിട്ട് ആക്ഷേപിക്കാനും അനാവശ്യം പറയാനും അവരുടെ ഫാമിലി ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്തിട്ട് അവരെയാണെങ്കിൽ മൊത്തത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നും ഒരാൾക്കും ഒരു അധികാരമില്ല.
ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നു, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നു. ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക, താല്പര്യമില്ലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല, വഴിക്ക് പോവുക, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇപ്പം അവരൊരു കാര്യം പറയുമ്പോഴത്തേ അതിനെ പിടിച്ചിട്ട് അവരാണെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുക, അവരെ മോശമായിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കുറ്റമാണെങ്കിൽ ഓക്കെ അത് കുറ്റമായിട്ട് പറയാം. നെഗറ്റീവ് കമൻറ്റ് ഇട്ടവരെയാണ് അവർ പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത്, നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉപകാരപ്പെടുന്നത് എന്നവരൊരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് തെറ്റാവുന്നത്? ഉടനെ ഇവർ പറയുന്നത് ഇത് ഞാൻ ഇവർക്ക് കമൻറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് എതിരെ കമൻറ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തോ കാര്യത്തിന് ഒരാളെ മോശമായിട്ട് പറഞ്ഞിട്ട് ആ മോശമായിട്ട് പറഞ്ഞത് തെറ്റാണ്, അതിനെന്തിനാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദ്യം ചെയ്തൊരു വ്യക്തിയെ വീണ്ടും ക്രൂശിക്കാനല്ലേ ചെയ്യുന്നത്. അപ്പം ഇവരുടെ ചാനലിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. ഇവരുടെ ചാനലിനെതിരെ മാത്രമല്ല, നിയമപരമായിട്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പ്രവീണിൻ്റെ മാന്യത ഓർത്ത് ചിലപ്പോൾ പ്രവീൺ അത് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പ്രവീണിൻ്റെ ഫാനും അല്ല, ഞാൻ പ്രവീണിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. തുടക്കം തൊട്ട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഫാമിലി ലൈഫാണ്, അതിലെന്ത് പ്രശ്നം വേണേലും വരും. ചിലപ്പോൾ നമ്മൾ ഒരു ആവേശത്തിന് അതൊക്കെ എടുത്ത് നമ്മൾ യൂട്യൂബിലിടും, ചർച്ചയാക്കും. അത് നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ ശ്രമിക്കുക. ഒരു ഫാമിലി ലൈഫിനെ നമ്മൾ എങ്ങനെയാണോ കണ്ട് ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കണം. അതല്ലാതെ മറ്റൊരാളുടെ ലൈഫ് എടുത്തിട്ട് നമ്മുടെ ഉപജീവന മാർഗ്ഗമാക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഒരു യുവതി, ഈ ഒരു യൂട്യൂബർ അവരാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ലെന്ന്. അവർ പ്രവീൺ പ്രണവിൻ്റെ മൊത്തം 3 വീഡിയോസ് റിയാക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയും കൂടി അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രവീണിനെ മൃദുലേനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രവീണിനും മൃദുലയ്ക്കെതിരെ എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഈ പ്രവീണിനെയും മൃദുല ഈ പറയുന്ന യൂട്യൂബർക്ക് അറിയില്ല. അവരുടെ സംസാരത്തിൽ അത് മനസ്സിലാവുന്നുണ്ട്, അവർ പറയുന്ന ഓരോ കാര്യത്തിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പ്രവീണിനെയോ ഈ മൃദുലയോ ഇവർക്ക് അറിയില്ല. ഇവർ ഈ വീഡിയോസ് കണ്ടും ഇവരുടെ ഈ റിയാക്ഷൻ വീഡിയോസ് കണ്ടും ഒക്കെയാണ് ഇവരെ, ഈ പ്രവീണിനെ ആണെങ്കിലും മൃദുലയാണെങ്കിലും പരിചയം. നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കാം, നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പരിചയം. നമുക്കെല്ലാവർക്കും അങ്ങനെ പരിചയമുള്ളൊരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അവർ ഫേക്കാണ്, അവർ കള്ളരാണ്, അവർ ഫ്രോഡുകളാണ് എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അപ്പോൾ ആ പറയുന്ന നമ്മൾ തന്നെ സത്യത്തിൽ ഒരു ഫ്രോഡും കള്ളത്തരവും കാണിക്കുന്നവരുണ്ടല്ലോ, നമുക്ക് അങ്ങനെ തോന്നുന്ന മറ്റുള്ളവർ അങ്ങനെ കാണിക്കുന്നതെന്ന്. എനിക്ക് ഈ യൂട്യൂബർ അങ്ങനെ കാണിച്ചു എന്നല്ല പറയുന്നത്, പക്ഷേ ഈ യൂട്യൂബറുടെ ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റമാണ്, വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു പെരുമാറ്റമാണ്. കാരണം തൻ്റെ ചാനലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും തൻ്റെ ചാനലിലേക്ക് ഇൻകം വരാൻ വേണ്ടിയിട്ടും തൻ്റെ ചാനലിനെ മറ്റുള്ളവർ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ഒരു ഫാമിലിയെ എടുത്ത് ഇങ്ങനെ കുറ്റം പറയാം. ഈ സംഭവം കഴിഞ്ഞിട്ട് ഇത്രയും മാസമായതിനു ശേഷം വീണ്ടും ഇവർ ഈ പ്രശ്നം പൊക്കിക്കൊണ്ട് വന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് ഇവർക്ക് ഇതിൽ നിന്നും പൈസ സമ്പാദിക്കണം, അതല്ലാതെ വേറൊന്നുമില്ലല്ലോ. യൂട്യൂബ് ചാനൽ നടത്തുന്ന മിക്കവരുടെയും ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു വരുമാന മാർഗ്ഗം ഇതിൽ നിന്നുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പല യൂട്യൂബർമാരുടെ ലക്ഷ്യം. ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ ആണെങ്കിൽ പോലും എൻ്റെയും ലക്ഷ്യം യൂട്യൂബ് വഴി നല്ലൊരു വരുമാന മാർഗ്ഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു ഫാമിലി ലൈഫ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹവും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പക്ഷേ മറ്റൊരാളെ ബലിയാടാക്കിയിട്ടല്ല നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ ഒരു യൂട്യൂബർ പറയുന്ന പല കാര്യങ്ങളും നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. എനിക്കത് പേഴ്സണലായിട്ട് കേട്ടിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടതായിട്ട് വന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഫാമിലി ചെയ്ത ഒരു തെറ്റിനെ വീണ്ടും അവരിപ്പോൾ ആ പ്രശ്നമെല്ലാം മാറുന്നു, അവർ തമ്മിൽ ഒന്നിക്കുന്ന സിറ്റുവേഷനിലെത്തി. പ്രവീണും മൃദുലയും വേറൊരു വീട് വാങ്ങിച്ചു, അവരുടെ കുട്ടിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു. അതിനിടയിലേക്ക് വീണ്ടും ഒരു പ്രശ്നം കൊണ്ടിടാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോസ് ഉപകരിക്കത്തുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ ഒരാളുടെ ഫാമിലി ലൈഫിലേക്ക് ഇൻ്റർഫിയർ ചെയ്ത് ഒരു ഫാമിലി ലൈഫ് നശിപ്പിച്ചിട്ടല്ല നമ്മളൊരു വരുമാന മാർഗ്ഗവും നമ്മുടേതായിട്ടുള്ളൊരു ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നേർവഴിക്ക് പോയി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അവരുടെ വീഡിയോസിൻ്റെ വ്യൂവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ പ്രവീൺ പ്രണവിൻ്റെ ഈ 3 വീഡിയോസിനല്ലാതെ ഇതിന് മുൻപിട്ട് ഒരു വീഡിയോസിന് പോലും ഇവർക്കാണെങ്കിൽ റീച്ചില്ല. ഈ പ്രവീൺ പ്രണവിൻ്റെ ഫസ്റ്റ് അവരെ കുറ്റം പറഞ്ഞിട്ടിട്ട വീഡിയോസിന് ഏകദേശം അത്യാവശ്യം നല്ല 300K മേളിൽ അവർക്കാണെങ്കിൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വീഡിയോയ്ക്കും ഒരു 400K മേളിൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഇന്നലെ ഇട്ട വീഡിയോയ്ക്കും അത്രയും തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിയെ കുറ്റം പറഞ്ഞിട്ട വീഡിയോയ്ക്ക് ഇത്രയും റീച്ച് കിട്ടിയപ്പം അവർക്ക് മനസ്സിലായി ഈ കണ്ടൻറ്റ് വീണ്ടും ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും റീച്ച് കിട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും ഈ സെയിം കണ്ടൻറ്റ് ഇവർ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ തന്നെ അവർക്ക് അവരുടെ സ്വഭാവശുദ്ധി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ചാനലിനെതിരെ ഇവർ കേസ് ഫയൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ പറയുന്നുണ്ട് അവരുടെ മോന് ഇതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിയാവുന്നതാണ്.
അവരുടെ മോനാണ് ചാനൽ തിരിച്ചെടുത്ത് കൊടുത്തത്. നല്ല രീതിയിൽ ഇവർക്ക് യൂട്യൂബിനെ കുറിച്ച് അവരുടെ മോന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമ്മളാണെങ്കിൽ മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാനും മറ്റുള്ളവരെ നമ്മൾ മോശക്കാരായിട്ട് ചിത്രീകരിക്കാതെയും നല്ല രീതിയിലാണ് നമ്മൾ നമ്മുടെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലാതെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ശ്രമിക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ. പ്രവീൺ പ്രണവിനും അതുപോലെ തന്നെ മൃദുലയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാവട്ടെ, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു സമാധാനപരമായിട്ടൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന ആശംസയോടുകൂടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സ്നേഹം കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബൈ.